നമസ്കാരം. ജപ്തി ഒഴിവാക്കാനായി ജ്വല്ലറി ഉടമയിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തെന്ന കേസിൽ പ്രതിയായ കോഴിക്കോട് ട്രാഫിക് നോർത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തൃശൂർ പേരിച്ചേരി കൊപ്പുള്ളി ഹൌസിൽ കെ.എസ്. സുരേഷ് ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. 2.51 കോടി രൂപയാണ് ജ്വല്ലറി ഉടമയിൽ നിന്ന് തട്ടിയത്. ജ്വല്ലറി ഉടമ ബാങ്കിൽ നിന്നെടുത്ത കോടികളുടെ ഓവർഡ്രാഫ്റ്റ് കുടിശ്ശികയിൽ ബാങ്കിനെയും കോടതിയെയും സ്വാധീനിച്ച് ജപ്തി ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തു എന്നാണ് കേസ്. സുരേഷ് കുമാറിന്റെ ഭാര്യ തൃശൂർ ചെറുവന്തേരി ശിവാജി നഗർ കൊപ്പുള്ളി ഹൌസിൽ വി.പി. നുസ്രത്ത്, കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ശക്തികുളങ്ങര ജയശങ്കറിൽ ബാലചന്ദ്രക്കുറുപ്പ് എന്നിവർ കേസിലെ 2ഉം 3ഉം പ്രതികളാണ്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ വധഭീഷണി മുഴക്കുകയും കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. സിറ്റി പോലീസ് മേധാവി കിരൺ നാരായണന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് സുരേഷ് ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജില്ലയിലും പുറത്തും ശാഖകൾ ഉണ്ടായിരുന്ന ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഉടമ കൊല്ലം രണ്ടാംകുറ്റി സ്വദേശി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത്.